ഓടുന്ന ആളാണല്ലോ. അപ്പം 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഇനി ഇതിനെ തരണം ചെയ്ത് പോവുക? ഈ മേഖലയെല്ലാം തന്നെ നഷ്ടത്തിലാണ്. ഇപ്പം 3 റുപ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടാക്സിക്ക് അതുകൂടെ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ബാധ്യത വരും. അപ്പോൾ ഈ ചാർജൊക്കെ വർദ്ധിപ്പിക്കേണ്ടി വരുമല്ലേ? അത് വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഫുൾ ടാങ്കൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തുക കയ്യിൽ വേണം. നല്ലൊരു പൈസ എല്ലാ സ്ഥലത്തും കൂടി എന്നാണ് പറഞ്ഞത്. അത് ജിൽസി, ഇങ്ങനെയാണ് ഓരോ ആളുകൾക്കും പ്രതികരിക്കാനുള്ളത്. വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിൽ സംശയമില്ല. പലപ്പോഴും ഇങ്ങനെ ഇന്ധന വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുൻകരുതൽ, അതായത് പ്രധാനമായും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇതിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരണം, പരമാവധി ഒഴിവാക്കണം, കുറയ്ക്കണം എന്നുള്ള, ഈ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വില വർദ്ധിക്കും എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ആളുകൾ എത്തുകയാണ്. 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും കൂടിയിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ വില വർധനവിനെ കാണുന്നത്? വലിയ പ്രതിസന്ധിയായി മാറുകയാണോ? പിന്നെ കൂടെ വില കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം അങ്ങനെ പോയി കഴിഞ്ഞു. ചെറിയ തുകയല്ല, 1 ലിറ്ററിന് 3 രൂപ വീതം. വലിയ 3 രൂപ കൂടുകയെന്ന് പറഞ്ഞാൽ വളരെ വില കൂടുതൽ തന്നെയാണ്. അത് സാധാരണക്കാർ താങ്ങാൻ പറ്റാത്തൊരു വിലയാണ് അവിടെ. മുന്നോട്ട് പോകാൻ വളരെ വിഷമം തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടായി പോകും സാധാരണക്കാർക്ക്.